ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ഏതാണ്? ആശ്വാസ കിരൺ. ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ സഹായ പദ്ധതി ഏതാണ്? കാരുണ്യ പദ്ധതി. വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതി ഏതാണ്? സ്നേഹധാര. പെരിയോഡോണ്ടൈറ്റിസ് ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഏത് ഭാഗമാണ്? വായ. തെന്നി നീങ്ങുന്ന സന്ധികൾ കാണപ്പെടുന്നത് എവിടെയാണ്? കാൽപാദങ്ങൾ. അണുബാധ, വിഷബാധ എന്നിവ മൂലം ഏത് അവയവത്തിനുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്? ഏതവയവമാണ്? വൃക്ക. ശീതീകാരിയായി ഉപയോഗിക്കുന്ന ഡ്രൈ ഐസ് എന്തിൻ്റെ വകഭേദമാണ്? കാർബൺ ഡയോക്സൈഡ്. ഗ്ലാസ് മുറിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? വജ്രം. ലവണലായനിയിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ തൈര് പോലെ വെളുത്ത അവശിപ്തം ഉണ്ടാകുകയും അത് അമോണിയ ലായനിയിൽ ലയിക്കുകയും ചെയ്താൽ ഏത് ലവണത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിക്കാനാവുന്നത്? ഏത് ലവണമാണ്? ക്ലോറൈഡ് ലവണം. അടുത്ത ക്വസ്റ്റ്യൻ. വലിയ ലോകഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങൾ. ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്ര ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പാണ് ഉപയോഗിക്കുന്നത്. ഒരു ചെടിയിൽ നിന്ന് മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള 100 കണക്കിന് തൈകൾ ഉൽപ്പാദിക്കാവുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ടിഷ്യൂ കൾച്ചർ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോട്ടയം. മദ്യം ആമാശയത്തിലെ മൃദുപാളികളിൽ വ്രണമുണ്ടാക്കുന്നത് ഏത് രോഗത്തിനാണ് കാരണമാകുന്നത്? ഏത് രോഗമാണ്? അൾസർ. ഭക്ഷ്യവസ്തുക്കൾക്ക് ഏത് നിറം ലഭിക്കാനാണ് കാർമോയിസിൻ എന്ന രാസവസ്തു ഉപയോഗിക്കുന്നത്? ഏത് നിറമാണ്? ചുവപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രോട്ടീനിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? കോഷിയോക്കർ. ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയുടെ യഥാർത്ഥ ഉണർവുണ്ടായത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജി. സ്വദേശി പ്രസ്ഥാന കാലത്ത് ബംഗാൾ കെമിക്കൽ സ്വദേശീസ് ചോയ്സ് ആരംഭിച്ചത് ആരാണ്? PC റേ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെപ്പറ്റി സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ആരാണ്? ദാദാഭായ് നവറോജി. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഹോം റൂൾ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണ്? ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യാനന്തരം ആരംഭിച്ച പ്രഥമ പഞ്ചവത്സര പദ്ധതിയുടെ ഊന്നൽ നൽകിയത് ഏത് മേഖലയിലായിരുന്നു? ഏത് മേഖലയാണ്? കൃഷി. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? രാമചന്ദ്ര ഗുഹ. ഗാന്ധിജിയുടെ അന്ത്യ വിശ്രമ സ്ഥലം എവിടെയാണ്? രാജ്ഘട്ട്. ആദ്യമായി ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ വർഷം എപ്പോഴാണ്? 1983. ചുവടെ പറയുന്നവയിൽ സ്വതന്ത്ര ഭാരതത്തിലെ വിദ്യാഭ്യാസ കമ്മീഷനിൽ പെടാത്തത് ഏതാണ് ഇതിൽ? ഫസൽ അലി കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ. ഏതാണ് ഇതിൽ? ഫസൽ അലി കമ്മീഷൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രമായതിനാൽ കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈ.
പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ കൂടുതലായും ഉൽപ്പാദിക്കപ്പെടുന്നത് ഏത് വിളക്കാലത്താണ്? ഏത് വിളക്കാലമാണ്? സെയ്ദ്. ഉപദ്വീപീയ പീഠഭൂമി ഭാഗത്ത് കാണപ്പെടുന്ന ഭൂരൂപം അല്ലാത്തത് ഏതാണ്? ഏതാണ്? ഹിമാനികൾ, ടോറുകൾ, ഗണ്ഡപർവ്വതങ്ങൾ, ഭ്രംശ താഴ്വരകൾ. ഏതാണ് ഇതിൽ? ഹിമാനികൾ. സിന്ധു നദിയുടെ തീരത്തുള്ള ഇന്ത്യൻ പട്ടണം ഏതാണ്? ഏതാണ്? ലേ. മധ്യേന്ത്യയിൽ ഉത്ഭവിച്ച് ഗംഗാനദി വ്യൂഹത്തിന്റെ ഭാഗമായി മാറുന്ന നദി ഏതാണ്? ഏതാണ്? ചമ്പൽ. ഇന്ത്യൻ ദേശീയ പതാകയുടെ 30 രൂപകൽപ്പനകൾ ഉൾപ്പെടുന്ന പുസ്തകം 1916 പ്രസിദ്ധീകരിച്ചത് ആരാണ്? ആരാണ്? പിംഗലി വെങ്കയ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗത്തിലെ അവസാനത്തെ മാസം ഏതാണ്? ഏതാണ്? ഫാൽഗുനം. ലോകസഭയുടെ അംഗസംഖ്യ 525 നിന്ന് 545 വർദ്ധിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏതാണ്? 31-ാം ഭേദഗതി. പ്രതിശീർഷ തൊഴിൽ നികുതിയുടെ പരിധി പ്രതിവർഷം 250 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയർത്താൻ സംസ്ഥാന സർക്കാരുകളെ അധികാരപ്പെടുത്തിയ 1988 ഡിസംബറിലെ ഭേദഗതി ഏതാണ്? ഏതാണ്? 60-ാം ഭേദഗതി. സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതെല്ലാമാണ്? ഏതാണ്? 14 മുതൽ 18 വരെ. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരായി ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ഏതാണ്? ആറ്റിങ്ങൽ കലാപം. 1916 പാലക്കാട്ട് നടന്ന ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരാണ്? ആരാണ്? ആനി ബെസന്റ്. രണ്ടാം ബെർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണം ഏതാണ്? ഏതാണ്? പയ്യന്നൂർ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും അനുബന്ധ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.